എല്ലാവർക്കും CC ലാബിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരഘടന വരക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതും ആകർഷിക്കുന്നതുമായ ഭാഗമാണ് തലയും മുഖവും. ആശയവിനിമയത്തിനായി നമ്മൾ വ്യത്യസ്ത മുഖഭാവങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയൊരു മാറ്റം പോലും വ്യത്യസ്ത മൂഡുകളാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതേപോലെ നമ്മുടെ മുഖത്തിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കണ്ണുകളാണ്. നിങ്ങളൊരു 10 മുഖങ്ങളുടെ ഫോട്ടോസ് എടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവയിലെ ഇൻഡിവിജ്വൽ പാർട്ടുകൾ തമ്മിൽ അവയുടെ മെഷർമെൻറ്റ്സിലും പ്രപ്പോർഷൻസിലുമൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. രസകരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മുഖമാണെങ്കിൽ പോലും തുടക്കത്തിൽ വരച്ച് പഠിക്കാനും ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് മുഖമാണ് എന്നുള്ളതാണ് വാസ്തവം. തലയും മുഖവും നന്നായിട്ട് വരയ്ക്കണമെങ്കിൽ ആർട്ടിസ്റ്റ് അതിൻ്റെ ഇമോഷണൽ ക്വാളിറ്റീസ് കണ്ടുകൊണ്ട് മാത്രം വരയ്ക്കരുത്. എന്ന് വെച്ചാൽ മുഖത്തെ ഒരു വൃത്തമായിട്ടോ അല്ലെങ്കിൽ ഒരു മുട്ടയുടെയോ ഷേപ്പിലോ വരച്ചതിന് ശേഷം അതിലേക്ക് കണ്ണും മൂക്കും മറ്റു ഭാഗങ്ങളും വരച്ച് ചേർക്കുന്നത് അതിനെ ഒരു 2D ഷേപ്പിലേക്ക് മാറ്റും. പകരം ഹെഡിനെയും ഫേസിനെയും അതിൻ്റെ ഒബ്ജക്റ്റീവ് വ്യൂ പോയിന്റിൽ കാണാൻ പഠിക്കണം. അതെങ്ങനെയാണ് വരക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അല്ലാതെ മുഖത്തിൻ്റെ ഇമോഷണൽ ക്വാളിറ്റീസ് കണ്ടുകൊണ്ട് മാത്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരച്ച വ്യത്യസ്ത 10 മുഖങ്ങളും ഒരുപോലെ ഇരിക്കും. തുടക്കത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മിക്ക ആൾക്കാരും ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഇന്നത്തെ ക്ലാസ് പ്രധാനമായും ബേസ് ചെയ്തിരിക്കുന്നത് ആൻഡ്രൂ ലൂമിസിൻ്റെ ഡ്രോയിങ് ദ ഹെഡ് ആൻഡ് ഹാൻഡ്സ് ആണ്. തുടക്കത്തിൽ തലയുടെയും മുഖത്തിൻ്റെയും ഘടന കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വരച്ചു പഠിക്കാൻ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ബുക്കാണിത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി ഹെഡിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് ഈ ബേസിക് സ്ട്രക്ചറിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടുകളും. സ്കള്ളാണ് നമ്മുടെ ഹെഡിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ സ്കള്ളിൻ്റെ ഒരു ബേസിക് ഷേപ്പ് മനസ്സിലാക്കേണ്ടതുണ്ട്. തലയോട്ടി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശ രൂപം ഒരു ബോൾ ഷേപ്പിലാണ് ഉള്ളത്. 2 സൈഡ് ഭാഗങ്ങളും കുറച്ച് പരന്നതും മുൻവശത്തേക്കാൾ പിൻഭാഗം നിറഞ്ഞ ബോൾ ഷേപ്പിലുമാണ് ഉള്ളത്. ഫേസിൻ്റെ വ്യത്യസ്ത ബോണുകൾ, ഐ സോക്കറ്റ്, നോസ്, അതുപോലെ അപ്പർ ആൻഡ് ലോവർ ജോസ് ഇതൊക്കെ മുൻവശത്തോട് ചേർത്ത് നിർത്തിയിട്ടാണുള്ളത്. ആദ്യം ചെയ്യേണ്ടത് തലയോട്ടിയുടെ ഒരു ഏകദേശ രൂപമായിട്ടുള്ള ഒരു ബോൾ വരക്കുക എന്നുള്ളതാണ്. മുൻവശത്തെ മുഖത്തിൻ്റെ പ്ലെയിൻ അതുമായി കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ യൂണിറ്റായി മാറും. അതുകൊണ്ട് തന്നെ ഹെഡ് വരക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് സോളിഡ് ഫോമിൽ തന്നെ വരക്കുക. അല്ലാതെ മുഖത്തിൻ്റെ വിസിബിൾ ഏരിയ മാത്രം കണ്ട് ഒരു സർക്കിൾ ഷേപ്പിൽ വരക്കരുത്. കണ്ണ്, മൂക്ക്, ചുണ്ട് ഇവ വരച്ച് പിന്നീട് ഹെഡിൻ്റെ ഔട്ട്ലൈൻ വരക്കുന്നത് ഒരു തെറ്റായ രീതിയാണ്. ഇതൊരു കാറിൻ്റെ ടയറുകൾ വരച്ച് പിന്നീട് ബോഡി വരച്ച് ചേർക്കുന്നത് പോലെയാകും. ഇങ്ങനെ വരക്കുമ്പോൾ മുഖം ഒരു 2D അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഷേപ്പിലേക്ക് മാറും. ഹെഡിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടുകളായ കണ്ണിനും മൂക്കിനും ഒന്നും തനിച്ച് ഒരു നിലനിൽപ്പില്ല. ഇൻഡിവിജ്വൽ പാർട്ടുകളൊക്കെ ഹോൾ പാർട്ടിൻ്റെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഹോൾ പാർട്ട് വരച്ച് അതിനെ കൃത്യമായി പ്രപ്പോർഷൻ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തതിന് ശേഷമായിരിക്കണം അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടുകൾ വരയ്ക്കേണ്ടത്. ഏതൊരു ഒബ്ജക്റ്റ് വരക്കുമ്പോഴും ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ തലയോട്ടിക്ക് ഏറ്റവും യോജിച്ച ഷേപ്പ് ഒരു ബോളിൻ്റേതാണ്. ഈ ഒരു ബോളിനെ ഒരു സോളിഡ് സ്ഫിയറായി ആദ്യം വരച്ച് അതിൻ്റെ ടോപ്പ് സെൻറ്ററിലായി ഒരു ആക്സിസ് വരയ്ക്കുക. അതായത് ഒരാണി സ്ട്രെയിറ്റ് ആയിട്ട് മുകളിൽ നിന്ന് താഴോട്ട് താഴ്ത്തിയതുപോലെ. അതിനുശേഷം ഈ ആക്സിസിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഈക്വലായി 4 ഭാഗങ്ങളാക്കി മാറ്റുക. അടുത്തതായി ഇക്വേറ്റർ, അതായത് ഒരു മധ്യരേഖ വരക്കുക. അതിനുശേഷം ഈ ബോൾ ഷേപ്പിൻ്റെ 2 സൈഡിൽ നിന്നും ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്യുക. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഷേപ്പ് തലയോട്ടിയുടെ ഷേപ്പുമായി കുറേ സാമ്യത കാണാനാകും. ഇവിടെ വരച്ച മധ്യരേഖ ബ്രോ ലൈനായി മാറുന്നു. അതുപോലെ ആക്സിസിന് ഈക്വലായി മുൻവശത്ത് വരച്ച വര മുഖത്തിൻ്റെ മധ്യത്തിലുള്ള ലൈനായി മാറുന്നു. ആക്സിസിൻ്റെ ടോപ്പ് പോയിന്റിനും ബ്രോ ലൈനും ഇടയിൽ കൃത്യമായി 3 ഭാഗങ്ങളാക്കിയാൽ ആദ്യത്തെ ലൈനിലാണ് ഹെയർ ലൈൻ വരിക. ഹെയർ ലൈനും ബ്രോ ലൈനും ഇടയിലുള്ള ഈ ഒരളവ് താഴോട്ട് 2 പ്രാവശ്യം മാർക്ക് ചെയ്താൽ ആദ്യത്തെ പോയിന്റിൽ നോസും ലാസ്റ്റ് പോയിന്റിൽ ചിന്നും വരുന്നു. ഈ ഒരു മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹെഡിൻ്റെ ഫ്രണ്ട് ഫേസ് വരക്കാൻ പറ്റും. ഇവിടെ ജോ ലൈൻ ചിന്നിൽ നിന്ന് ഹാഫ് റൗണ്ട് ഷേപ്പിൽ 2 സൈഡിലേക്കും വരക്കുക. ചെവിയുടെ പൊസിഷൻ ഇവിടെ ബ്രോ ലൈനിൽ തുടങ്ങി നോസ് ലൈനിൽ അവസാനിക്കുന്നു. ബ്രോ ലൈനും ഫേസിൻ്റെ മിഡിൽ ലൈനും ചേരുന്ന ഈ ഒരു ക്രോസ് പോയിൻ്റ് ഹെഡ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോയിൻ്റാണ്.
ഹെഡിൻ്റെ ബോൾ ഷേപ്പിലെ ഫേസ് പ്ലെയിനിൻ്റെ പൊസിഷൻ തീരുമാനിക്കുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഈ ഒരു പോയിന്റിൽ കൂടി പോകുന്ന ബ്രോ ലൈൻ ആണ് ചെവിയുടെ പൊസിഷൻ തീരുമാനിക്കുന്നത്. അതേപോലെ ഫേസ് പ്ലെയിനിലെ മറ്റു പ്രധാന പോയിന്റുകളായ ഹെയർ ലൈൻ, നോസ് പോയിന്റ്, ചിൻ പോയിന്റ് ഇവയൊക്കെ ഈ ക്രോസ് പോയിന്റുമായി റിലേറ്റഡ് ആണ്. ഇങ്ങനെ ഹെഡിൻ്റെ ഈ ഒരു ബേസ് സ്ട്രക്ചറും അതിലെ പ്രൊപ്പോർഷണലായിട്ടുള്ള പോയിന്റുകളും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ രണ്ട് സൈഡിലെ ഐ സോക്കറ്റുകളും അതേപോലെ നോസ് ലൈനിലും ചിൻ പോയിന്റിനും ഇടയിലുള്ള ലിപ്പും വരയ്ക്കുക എളുപ്പമായിരിക്കും. ഇത്തരത്തിൽ ഹെഡിൻ്റെ ബേസ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഹെഡ് അനാട്ടമി വരച്ച് പഠിക്കുന്നതിൻ്റെ ആദ്യ സ്റ്റേജ്. അതുപോലെ ഫേസ് പ്ലെയിനിലെ കീ പോയിൻ്റ് ആയിട്ടുള്ള ക്രോസ് പോയിൻ്റ്, ഈ ക്രോസ് പോയിൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഹെയർ ലൈൻ, അതേപോലെ താഴോട്ടുള്ള നോസ് പോയിൻറ്റും ചിൻ പോയിൻറ്റും. ഇവ തമ്മിലുള്ള കൃത്യമായ പ്രൊപ്പോർഷൻസുകളും മനസ്സിലാക്കി പഠിക്കുക. ഹെഡിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടുകളെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് വ്യൂ പോയിന്റിൽ കൂടി മനുഷ്യൻ്റെ തലയും മുഖവും കൃത്യമായി വരച്ച് പഠിക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ എല്ലാവർക്കും ലഭിച്ചു കാണും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഹ്യൂമൻ അനാട്ടമിയുടെ ക്ലാസ് തുടരും. അതുവരെ എല്ലാവർക്കും ബൈ.